ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ പറ്റിയാണ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റെസ്റ്റിലിരിക്കുന്ന ചാർജസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. സോ നമ്മളൊരു ടേം കിട്ടു, ചാർജസ്. എന്താണ് ചാർജസ്? ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി ഒബ്ജക്ട്സിലുള്ള, അതായത് ഒബ്ജക്ട്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ബേസിക്കലി ചാർജ്. അതായത് മാസ് പോലെ. മാസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്ത് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡൈനാമിക്കൽ സ്റ്റേറ്റിൽ എത്രത്തോളം നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നതിന്റെ മെഷർ, അതായത് ഇനേർഷ്യ, അതാണ് ബേസിക്കലി ചാർജ് ഗവേൺ ചെയ്യുന്നത്. അതും ചാർജ് അല്ല, മാസ് ഗവേൺ ചെയ്യുന്നത്. അതുപോലെ ചാർജ് എന്ന് പറയുന്നതും ഒബ്ജക്ട്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 ടൈപ്പ് ചാർജസ് ആണ് നേച്ചറിലുള്ളത്. ഒന്നിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് എന്നും വേറെ ഒന്നിനെ നമ്മൾ നെഗറ്റീവ് ചാർജ് എന്നും വിളിക്കും. നമുക്ക് ഓൾറെഡി അറിയാം, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യും, സെയിം ടൈപ്പ് ചാർജസ് റിപ്പൽ ചെയ്യും. ഓക്കെ, ഇത് ചാർജസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്കറിയാം, നേച്ചറിലെ എല്ലാ ഒബ്ജക്ട്സും ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആറ്റംസിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. സോ നമുക്ക് ഓൾറെഡി വളരെ പോപ്പുലർ ആയിട്ടുള്ള ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റ് നമുക്കറിയാം, അതാണ് ബേസിക്കലി പ്രോട്ടോൺ. അതുപോലെ തന്നെ ആറ്റത്തിനകത്ത് വേറൊരു സാധനമുണ്ട്, അതാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ആലോചിക്കണം, പ്രോട്ടോണെ നമുക്ക് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പ്രോട്ടോൺസ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ക്വാർക്സ് എന്ന് പറയുന്ന മറ്റു ചില പാർട്ടിക്കിൾസ് കൊണ്ടാണ്. പക്ഷേ ഇലക്ട്രോൺ ബേസിക്കലി ഒരു ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണ്. ഇലക്ട്രോൺസിനെ നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. റൈറ്റ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലായി. അതായത് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, സപ്പോസ് ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, എനിക്ക് ഈ ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യണം. എനിക്ക് 2 പോസിബിലിറ്റി ആണുള്ളത്. അതായത് ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും കൊണ്ടാണ്. സോ എനിക്ക് എന്നെ ചാർജ് ചെയ്യണമെങ്കിൽ 2 രീതിയിൽ എനിക്ക് തിങ്ക് ചെയ്യാം. ഒന്ന്, എനിക്ക് എന്തെങ്കിലും ചെയ്ത് ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജിനെ വലിച്ചിളക്കി വെളിയിൽ കൊണ്ട് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇലക്ട്രോൺസിനെ എനിക്കെടുത്ത് പുറത്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺസിനെ ഇതിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ കൊണ്ടുവരാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രോട്ടോൺസ് ഇരിക്കുന്ന ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസിനകത്ത് ഇത് വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ന്യൂക്ലിയസിനകത്ത് നിന്ന് ഈ പ്രോട്ടോൺസിനെ പുറത്തോട്ട് നോർമലി നമ്മുടെ ഓർഡിനറി സിനാരിയോസിലും നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഈ ചാർജ് എക്സ്ചേഞ്ച് സിനാരിയോസിലും സംഭവിക്കുന്നത് ഇലക്ട്രോൺസിന്റെ എക്സ്ചേഞ്ച് കാരണമാണ് ബേസിക്കലി ചാർജ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതായത് ഒരു സാധനത്തിന്റെ ചാർജ് നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ അതിലോട്ട് ഇലക്ട്രോൺസ് വരിക എന്നാണ്. ഓക്കെ, അല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് പോസിറ്റീവ് ചാർജസ് പുറത്തു പോകുക. ഓക്കെ, റൈറ്റ്. അതുപോലെ തന്നെ ഒരു സാധനത്തിന്റെ ചാർജ് പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുക എന്നാണ്. അല്ലാതെ ഒരിക്കലും പുറത്തുനിന്ന് പ്രോട്ടോൺസ് അതിലോട്ട് വരിക എന്നല്ല. ബിക്കോസ് പുറത്തുനിന്ന് പ്രോട്ടോൺസ് വരണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒബ്ജക്ട്സിൽ നിന്ന് വേണം വരേണ്ടത്. എന്ന് വെച്ചാൽ അതിന്റെ ന്യൂക്ലിയസിനകത്ത് നിന്ന് പ്രോട്ടോൺസ് റിലീസ് ആവണം. അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, റൈറ്റ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് ഇമ്പോസിബിൾ എന്നല്ല ഞാൻ പറയുന്നത്. പ്രാക്ടിക്കലി നമ്മുടെ ഓർഡിനറി ലൈഫിൽ എപ്പോഴും ചാർജസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത് ഇലക്ട്രോൺസിന്റെ എക്സ്ചേഞ്ച് കൊണ്ടാണ്. എങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് എഴുതാം. അതാണ് ബേസിക്കലി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഞാൻ പറയുകയാണ് ഈ ഒബ്ജക്റ്റിന്റെ പുറത്തുള്ള ചാർജാണ് Q. ഓക്കെ, റൈറ്റ്. അത് ചിലപ്പോൾ പോസിറ്റീവ് ചാർജ് ആവാം, നെഗറ്റീവ് ചാർജ് ആവാം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് പോവുകയാണ് ചെയ്തത്. നെഗറ്റീവ് ചാർജസ് ആണെങ്കിൽ അതിലോട്ട് ഇലക്ട്രോൺസ് വരികയാണ് ചെയ്തത്. എന്തായാലും എനിക്ക് പറയാം, ആ സാധനത്തിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് ഒന്നെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ 2 ടൈംസ് ഇലക്ട്രോണിന്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ 3 ടൈംസ് ഇലക്ട്രോണിന്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും, എക്സെട്ര. അതായത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇലക്ട്രോണിന്റെ ഹാഫ് അല്ലെങ്കിൽ 1/4 ഭാഗം ആയിട്ട് നമുക്ക് ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒന്നെങ്കിൽ ഒരു ഫുൾ ഇലക്ട്രോൺ ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫുൾ ഇലക്ട്രോൺ എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ബേസിക്കലി. എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ടൈംസ് E ആണ്, പ്ലസ് ഓർ മൈനസ് ഡിപ്പെൻഡിങ് ഓൺ ഇലക്ട്രോൺസ് അതിലോട്ട് വരികയാണോ ഇലക്ട്രോൺസ് അതിൽ നിന്ന് പോവുകയാണോ. ഇതാണ് ബേസിക്കലി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, സപ്പോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ആൻഡ് ഈ ഒബ്ജക്റ്റിന്റെ പുറത്തുള്ള ചാർജ് 1 കൂളംബ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിലോട്ട് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് അപ്പം തന്നെ പറയാം, ഓക്കെ നമ്മുടെ ചാർജ് 1 കൂളംബ് ആണ്. അപ്പോൾ 1 കൂളംബ് is equal to N ടൈംസ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ നമുക്ക് പറയാം ദാറ്റ് ഇംപ്ലൈസ് N equal to, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് is equal to 1 ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് ഓൾറെഡി അറിയാം, അതൊരു ഒരു നമ്പറാണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ബേസിക്കലി ചാർജസിന്റെ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ നമുക്ക് മനസ്സിലായി. ഇനി നമുക്കറിയേണ്ടത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒബ്ജക്ട്സിന്റെ പുറത്ത് ചാർജസിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. റൈറ്റ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഞാൻ ആ ഒബ്ജക്റ്റിനെ എന്തെങ്കിലും വെച്ച് റബ്ബ് ചെയ്യുക. അപ്പോൾ ഞാൻ വളരെ വേഗ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഒബ്ജക്റ്റിനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ ഈ സബ്സ്റ്റൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ അതിനകത്തുള്ള ആറ്റംസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്.
ആറ്റംസ് അബ്സോർബ് ചെയ്യുന്ന പറഞ്ഞാൽ എസെൻഷ്യലി ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രോൺസിന് കൂടുതൽ എനർജി കിട്ടുന്നുണ്ട്, അത് ആറ്റത്തിൽ നിന്ന് റിലീസ് ആവുന്നുണ്ട്. അങ്ങനെ സപ്പോസ് ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഇലക്ട്രോൺസ് റിലീസ് ആവുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് പോവും, സോ ഇതിന്റെ ചാർജ് പോസിറ്റീവ് ആവും. ഇതിന് ഇലക്ട്രോൺസ് കിട്ടും, സോ ഇതിന്റെ ചാർജ് നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതാണ് ആക്ച്വലി ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ, ഇത് നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ പുറത്ത് ചാർജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. വേറെയും ടെക്നിക്സ് ഉണ്ട്. വേറൊരു ടെക്നിക്സ് ആണെങ്കിൽ ചാർജിങ് ബൈ കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് ഓൾറെഡി അറിയാം ചില ഒബ്ജക്ട്സ് ഉണ്ട്, നമ്മൾ അതിനെ കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തൂടെ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ വിളിക്കുന്നവരെ കണ്ടക്ടേഴ്സ്. എസെൻഷ്യലി എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സപ്പോസ് നോക്കെ ഇതൊരു കണ്ടക്ടറാണ് ആൻഡ് ഇത് വേറൊരു കണ്ടക്ടറാണ്. സപ്പോസ് ഇതിന്റെ പുറത്ത് പോസിറ്റീവ് ചാർജസ് ഉണ്ട് എന്ന് വെച്ചു, റൈറ്റ്. എങ്കിൽ ഞാൻ ഈ ഒബ്ജക്റ്റിനെ, റൈറ്റ്, ഞാൻ ഇതിന്റെ അടുത്തോട്ട് കൊണ്ട് കൂട്ടിമുട്ടിച്ചാൽ എന്താ സംഭവിക്കും? ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജസ് ഇതിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? പോസിറ്റീവ് ചാർജസ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വലി പോസിറ്റീവ് ചാർജല്ല പോയത്, മറ്റേ ഒബ്ജക്റ്റിൽ നിന്ന് നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ട് രീതിയിലും സംസാരിക്കാം. ബിക്കോസ് ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലോട്ട് ഒരു നെഗറ്റീവ് ചാർജ് പോകുന്നത് ചാർജസിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലോട്ട് ഒരു പോസിറ്റീവ് ചാർജ് വരുന്നതിന് ഇക്വലന്റ് ആണ്. പക്ഷേ നമുക്കൊരിക്കലും ഈ രണ്ട് സിനാരിയോസും ആക്ച്വലി ഇൻ റിയാലിറ്റി എക്സാക്ട്ലി സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, റൈറ്റ്. ചാർജസിന്റെ കോണ്ടെക്സ്റ്റിൽ അത് സെയിം ആണ്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, സപ്പോസ് ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിലോട്ട് ഞാനൊരു 5 കൂളം നെഗറ്റീവ് ചാർജസ് ഞാൻ ഇതിന്റെ പുറത്ത് ഉണ്ടാക്കുന്നു വെച്ചു. 5 കൂളം നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് ഇലക്ട്രോൺസിനെ ഇതിനകത്തോട്ട് പമ്പ് ചെയ്യുകയാണ്. ഓക്കെ, റൈറ്റ്. പുറത്തുനിന്ന് ഇലക്ട്രോൺസിനെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇലക്ട്രോൺസ് വന്നു, ഇലക്ട്രോൺസിന് മാസ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺസിന് മാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ ഒബ്ജക്റ്റിന്റെ മാസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഞാനൊരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ മാസ് എസെൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കേ, ഞാൻ ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലോട്ട് ചാർജ്, അതായത് ഇലക്ട്രോൺസിനെ പാസ് ചെയ്യിപ്പിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് ചാർജ് വരുന്നതിന് ഇക്വലന്റ് ആണെന്ന് പറഞ്ഞാലും ചാർജസിന്റെ കോണ്ടെക്സ്റ്റിൽ ഇത് ഇക്വലന്റ് ആണ്. പക്ഷെ ഒരിക്കലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രോട്ടോൺസ് വരുന്നതിന് ഇക്വലന്റ് അല്ല. ബിക്കോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രോട്ടോൺസ് വന്നാൽ പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെക്കാളും വളരെ ഹെവിയർ ആണ്. സോ കൃത്യമായിട്ടുള്ള ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടക്ഷൻ എന്ന് മനസ്സിലായി. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ, അതായത് ഇലക്ട്രോൺസ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലോട്ട് ഡയറക്ട്ലി ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ബേസിക്കലി കണ്ടക്ഷൻ. അടുത്തത് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് എത്രയേ ഉള്ളൂ. സപ്പോസ് ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വെച്ചു. ഓക്കെ, ആൻഡ് ഇത് ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. സപ്പോസ് ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, എങ്കിലും ആലോചിച്ച് നോക്കിയാൽ ഈ ഒബ്ജക്റ്റ് ഇതിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കും? നമ്മുടെ ഈ ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ ഈ ഒബ്ജക്റ്റ് എസെൻഷ്യലി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് ഈ ഒബ്ജക്റ്റ് ഇപ്പം ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത്. ഞാനപ്പോൾ അതിന്റെ അടുത്തൊരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ എന്തോ പറ്റും? ഈ ഒബ്ജക്റ്റ് എന്തായാലും ഒരു കണ്ടക്ടർ അല്ല. ഓക്കെ, റൈറ്റ്. ഇനി അത് കണ്ടക്ടർ ആണെങ്കിലും കണ്ടക്ടർ അല്ലെങ്കിലും ഞാൻ ഈ പറയുന്ന മെക്കാനിസത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ അകത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാര്യമായിട്ടുള്ള വ്യത്യാസം വരും. എന്നാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നതൊക്കെ ഏതാണ്ട് ഒരു പോലത്തെ കാര്യങ്ങളാണ്. അതായത് ഞാൻ ഈ പോസിറ്റീവ് ചാർജ് എടുത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിൽ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജസും ഉണ്ടാവും, ഈ സൈഡിൽ പോസിറ്റീവ് ചാർജസ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം ആക്ച്വലി ഇവിടെയുള്ള ഈ പോസിറ്റീവ് ചാർജ് ഇവിടെയുള്ള പോസിറ്റീവിനെയൊക്കെ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി ആൻഡ് ഈ പോസിറ്റീവ് ചാർജ് ഇവിടെയുള്ള നെഗറ്റീവ് ചാർജസിനെയൊക്കെ അട്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു, ഇവിടെ പോസിറ്റീവ് ചാർജസ് വന്നു. റൈറ്റ്, ഈ സംഭവം കറക്റ്റ് ആണ്. പക്ഷേ ഈ ഒബ്ജക്റ്റ് ഒരു കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്നതിന്റെ ബേസിസിൽ ഈ നടന്ന മെക്കാനിസത്തിൽ ഫൈനൽ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് നടന്ന മെക്കാനിസത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബിക്കോസ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇലക്ട്രോൺസ് തന്നെയാണ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുന്നത്. പക്ഷേ ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ അതിനകത്ത് പോളറൈസേഷൻ എന്നൊരു പ്രോസസ്സാണ് നടക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് അതായിരിക്കും. ഈ സൈഡിൽ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഉണ്ടാവും, ഈ സൈഡിൽ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തോ സംഭവിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ ഒബ്ജക്റ്റ്, അതായത് ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഈ ഒബ്ജക്റ്റ് ഇതിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഓക്കെ, ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ് വന്നു, ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ് വന്നു. സോ ഈ നെഗറ്റീവിനും പോസിറ്റീവിനും ഇടയ്ക്ക് എന്തുണ്ട്? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പോസിറ്റീവിനും ഇടയ്ക്ക് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതിൽ ഏത് ഫോഴ്സ് ആയിരിക്കും വലുത്? അതായത് ഈ നെഗറ്റീവിനും പോസിറ്റീവിനും ഇടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണോ വലുത്, അതോ ഈ പോസിറ്റീവിനും ഇടയ്ക്കുള്ള റിപ്പൾസീവ് ഫോഴ്സ് ആണോ വലുത്? ഒന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഓൺ ആവറേജ് ഈ പോസിറ്റീവിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഓൺ ആവറേജ് കൂടുതലാണ്. സോ ഈ ഫോഴ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. റൈറ്റ്, അത് ട്രൂ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവിനും ഇടയ്ക്കുള്ള ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ്, ഈ പോസിറ്റീവിനും ഇടയ്ക്കുള്ള റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും സ്ലൈറ്റ്ലി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കിടയ്ക്ക് അട്രാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അതായത് രണ്ട് ഒബ്ജക്ട്സിനെ ഞാൻ ഇൻഡക്ഷൻ വഴി, അതായത് ഇതിൽ ഓരോ ഒബ്ജക്റ്റിനെ ഞാൻ ഇൻഡക്ഷൻ വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ഒബ്ജക്ട്സുകളും എസെൻഷ്യലി അട്രാക്ട് ചെയ്യും. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. അതേസമയം ഞാൻ കണ്ടക്ഷൻ വഴിയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സാധനത്തിൽ നിന്ന് ഈ സാധനത്തിലോട്ട് പോസിറ്റീവ് ചാർജസ് പമ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ചാർജും പോസിറ്റീവാണ്, ഇതിന്റെ ചാർജും പോസിറ്റീവാണ്. എങ്കിൽ എന്തോ സംഭവിക്കും?
ഞാൻ ഈ രണ്ട് ഒബ്ജക്ട്സിനെയും കൂട്ടിമുട്ടിച്ചിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്തോട്ട് കൊണ്ടുവന്നാൽ ഇവർ റിപ്പൽ ചെയ്യും. ബിക്കോസ് ഇതും പോസിറ്റീവാണ് ഇതും പോസിറ്റീവാണ്. പക്ഷേ ഇൻഡക്ഷൻ വഴിയാണെങ്കിലോ ഇവർ രണ്ടുപേരും അട്രാക്ട് ചെയ്യും. ഓക്കെ റൈറ്റ്, അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിനകത്തുള്ള ഒരു ഫീച്ചറാണ്. ഓക്കെ റൈറ്റ്. എങ്കിൽ നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. അതായത് സപ്പോസ് ഇതൊരു ബോളാണ്, റൈറ്റ്. ഓക്കെ, ഇതൊരു നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള ത്രെഡ് ആണ്, അതിൻ്റെ ഇതൊരു സർഫസ് ആണ്, ഇതിങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. ഞാൻ ഇതിനടുത്തോട്ട് ഞാനൊരു പോസിറ്റീവ് ചാർജുള്ള ഒരു റോഡ് കൊണ്ടുവരുന്നു. ആൻഡ് നമ്മുടെ ഈ ബോൾ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടിങ് ബോളാണ്. ഓക്കെ, അത് കണ്ടക്ടറാണ്, നമ്മുടെ ഈ റോഡും കണ്ടക്ടറാണ്. നമുക്ക് ആലോചിച്ച് നോക്കാം ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാൻ ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ആദ്യം ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സൈഡിൽ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജസ് ഇൻഡക്ഷൻ കാരണം ഉണ്ടാവും, ഈ സൈഡിൽ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജസ് ഇൻഡക്ഷൻ കാരണം ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം മെക്കാനിസം, ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഓക്കെ, അതായത് ഞാൻ ഈ ബോളിനടുത്തോട്ട് ഈ റോഡ് കൊണ്ടുവരുമ്പോൾ ഇവർ അട്രാക്ട് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ സാധനത്തിന് ഇതിന്റെ പുറത്ത് കൊണ്ടുപോയി ടച്ച് ചെയ്യുന്നു. ഓക്കെ, ടച്ച് ചെയ്താൽ എന്തോ പറ്റും? നമ്മുടെ ഈ റോഡിൽ നിന്ന് ഇതിനകത്തോട്ട് ചാർജസ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഈ സാധനം ഇനിഷ്യലി ന്യൂട്രൽ ആണ്. ബിക്കോസ് അതിനകത്ത് എത്ര നെഗറ്റീവ് ഉണ്ടോ അത്രയും പോസിറ്റീവ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാർജസ് കയറി പോയാൽ എന്ത് പറ്റും? കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിനകത്ത് എക്സസ് പോസിറ്റീവ് ചാർജസ് വരും. അതായത് ഞാൻ ഒരു പ്രാവശ്യം ഇതിനെ കൂട്ടിമുട്ടിച്ചിട്ട് ഞാൻ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസിന്റെ എണ്ണം കൂടും. എന്ന് വെച്ചാൽ നമ്മുടെ ബോളിന്റെ നെറ്റ് ചാർജ് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, എങ്കിൽ ഇനി ഞാൻ ഈ ഒബ്ജക്റ്റിന് ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുപോയാൽ എന്തോ സംഭവിക്കും? ഇവർ പരസ്പരം റിപ്പൽ ചെയ്യും. ബിക്കോസ് രണ്ടുപേരുടെയും ചാർജ് പോസിറ്റീവാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഫാക്ട്സ് ആണ്, ഇതൊക്കെ നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇതൊക്കെ ഒരു ഫാക്ട്സ് എന്ന രീതിയിൽ പറയുവാണ്. ഓക്കെ, തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഒബ്വിയസ് ആണ് ഇതിൻ്റെ അതുള്ള പല കാര്യങ്ങളും. ഓക്കെ, ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു ബോൾ ഉണ്ട്, റൈറ്റ്, കണ്ടക്ടിങ് ബോളാണ്, കണ്ടക്ടിങ് സ്ഫിയർ ആണ്. സപ്പോസ് ഇതിന്റെ പുറത്ത് ക്യൂ ചാർജ് ഉണ്ട്, റൈറ്റ്. ഈ ബോളിന്റെ അതേ വലിപ്പമുള്ള മറ്റൊരു ബോൾ ഞാൻ എടുക്കുന്നു, റൈറ്റ്. ഇനി ഞാൻ ഈ രണ്ട് ബോളിനെയും പരസ്പരം കൂട്ടിമുട്ടിക്കുന്നു, റൈറ്റ്. അതായത് ഞാൻ രണ്ടാമത്തെ ബോളിനെ ആദ്യത്തെ ബോളിന്റെ അടുത്ത് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം ആദ്യത്തെ ബോളിൽ നിന്ന് രണ്ടാമത്തെ ബോളിലോട്ട് ചാർജ് ട്രാൻസ്ഫർ ചെയ്യും. ക്വസ്റ്റ്യൻ, എത്ര എമൗണ്ട് ചാർജ് ട്രാൻസ്ഫർ ചെയ്യും? ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഹാഫ് ചാർജ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ബോളും ഐഡന്റിക്കൽ ആയിട്ടുള്ള ബോൾസ് ആണെങ്കിൽ ഇവർ പരസ്പരം കൂട്ടി മുട്ടിച്ചതിന് ശേഷം ഞാൻ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ രണ്ടിന്റെ പുറത്തുള്ള ചാർജ് എക്സാക്ട്ലി ഹാഫ് ആയിരിക്കും. ഓക്കെ, ഒരിക്കലും ഇതിനകത്തുള്ള മുഴുവൻ ചാർജസും ഇതിലോട്ട് പോകത്തൊന്നുമില്ല, റൈറ്റ്. എക്സാക്ട്ലി സെയിം സൈസ് ആണെങ്കിൽ അത് ഈക്വൽ ആയിട്ടായിരിക്കും ചാർജ് ഷെയർ ചെയ്യുന്നത്. ഇനി എങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ സപ്പോസ് ഒരു സ്ഫിയർ ഉണ്ട്, റൈറ്റ്. അടുത്തൊരു വലിയ സ്ഫിയർ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇതിന്റെ പുറത്തുള്ള ചാർജ് ക്യൂ ആണ്. ഞാൻ ഇതിന്റെ പുറത്ത് ഞാൻ കൂട്ടിമുട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ക്യൂ ബൈ ടു ആയിട്ടായിരിക്കുമോ ചാർജ് ഇതിനകത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ആൻസർ എന്ന് പറഞ്ഞാൽ അല്ല, റൈറ്റ്. ആക്ച്വലി നമ്മൾ ഇതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ചാർജ് പാസ് ചെയ്യാൻ പോകുന്നത് ബിഗർ സ്ഫിയറിലായിരിക്കും കൂടുതൽ ചാർജ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് പൊട്ടൻഷ്യൽസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. ഇപ്പോൾ ഒന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, പക്ഷേ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ മനസ്സിലാക്കേണ്ടത് ബിഗർ സ്ഫിയറിലോട്ടായിരിക്കും കൂടുതൽ ചാർജസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതൊരു സർഫസ് ആണ്. ഓക്കെ, റൈറ്റ്. എന്നുവെച്ചാൽ ആർബിട്രറി ഷേപ്പ് ഉള്ള ഒരു സർഫസ് ആണ്. ഓക്കെ, ഇതൊരു കണ്ടക്ടിങ് സർഫസ് ആണ്. ഞാൻ കുറച്ച് ചാർജസ് ഇതിലോട്ട് വരിയിടുന്നു, റൈറ്റ്. അപ്പോൾ എനിക്ക് അറിയേണ്ടത്, ഓക്കെ, ഞാൻ ഇതിലോട്ട് കുറച്ച് ചാർജസ് വരിയിട്ട് കഴിഞ്ഞാൽ, സപ്പോസ് ഇതിലോട്ട് ഞാൻ ഒരു ക്യൂ ചാർജ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്തായാലും അറിയാം ഇത് കംപ്ലീറ്റ്ലി കണ്ടക്ടർ ആണെങ്കിൽ ഇതിനകത്ത് എന്തായാലും ചാർജസ് ഇരിക്കത്തില്ല. ബിക്കോസ് അകത്തോട്ട് ചാർജസ് പോയി കഴിഞ്ഞാൽ ഈ ചാർജസ് പരസ്പരം റിപ്പൽ ചെയ്ത് ഒരു മാക്സിമം പുറത്തോട്ട് പോകാനേ നോക്കത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചാർജസ് സർഫസിലേ കാണത്തുള്ളൂ. അത് നമുക്ക് എന്തായാലും അറിയാം ഇത് ഫുള്ളി കണ്ടക്ടർ ആണെങ്കിൽ. എങ്കിൽ ക്വസ്റ്റ്യൻ, സർഫസിൽ ഇത് യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അത് നോൺ യൂണിഫോം ആയിട്ടായിരിക്കും? നമുക്കത് അറിയേണ്ടത്. എന്തായാലും ഒരു സ്ഫിയറിന്റെ കേസിൽ സർഫസിൽ ഇത് യൂണിഫോം ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈക്വലി സിമെട്രിക് ആണ്. അതായത് ഞാൻ പെർഫെക്റ്റ്ലി ഒരു സ്ഫിയർ എടുത്തിട്ട് ഞാൻ പറയുകയാണ് ഇവിടെ കുറച്ച് ചാർജ് കൂടുതൽ വന്നു ഇവിടെ കുറവ് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പോയിന്റും തമ്മിൽ എന്തോ വ്യത്യാസം ഉണ്ടെന്നാണ്. പക്ഷെ നമുക്കറിയാം സ്ഫിയർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി സിമെട്രിക് ആണ്. സോ ഞാൻ ഇവിടെ എന്തുകൊണ്ടാണോ കൂടുതലുണ്ടെന്ന് പറയുന്നത് അതേ റീസൺ കൊണ്ടിട്ട് ഞാൻ ഇവിടെയും കൂടുതലുണ്ടെന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി അവിടെ വരാൻ പാടില്ല, എല്ലായിടത്തും ഒരുപോലെ ആയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ഫിയറിന്റെ കേസിൽ നമുക്കത് ഒബ്വിയസ് ആണ്. നമുക്കറിയേണ്ട ഇതുപോലത്തെ ആർബിട്രറി ഷേപ്പുള്ള ഒരു കണ്ടക്ടറുടെ കേസിൽ എന്ത് സംഭവിക്കും? ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മൾ പിന്നീട് ഡെറൈവ് ചെയ്തുള്ളൂ, പക്ഷേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്. ഒരു ഫാക്ട് എന്ന രീതിയിൽ അറിഞ്ഞിരിക്കുക. സംഭവിക്കുന്ന പറഞ്ഞാൽ ഇതാണ്, കൂടുതൽ ചാർജസും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ സർഫസിന്റെ ഷാർപ്പ് എൻസിലായിരിക്കും. ഓക്കെ, നമ്മൾ ആക്ച്വലി പിന്നീട് നമ്മൾ ഡെറൈവ് ചെയ്യും, അതായത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ, അതായത് സിഗ്മ. ഓക്കെ, അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി. അതായത് ഞാൻ ഒരു യൂണിറ്റ് സർഫസ് ഏരിയ എടുത്താൽ അതിനകത്ത് എത്ര എമൗണ്ട് ചാർജ് കാണും? ആ സംഭവം
ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദ സർഫസ്. ഓക്കെ, ക്ലിയർ? അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ സർഫസ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇപ്പോൾ ഈ പാർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഞാൻ ഈ പാർട്ട് എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇത്രയും വലിയ ഒരു സ്ഫിയറിന്റെ പാർട്ടാണ്, റേഡിയസ് വലുതാണ്. അതേസമയം ഞാൻ ഈ ഷാർപ്പ് എൻ്റെ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ചെറിയൊരു സ്ഫിയറിന്റെ പാർട്ടാണ്. സോ അവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ കുറവാണ്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കുറഞ്ഞ സ്ഥലത്തായിരിക്കും കൂടുതൽ ചാർജസ് എപ്പോഴും, അതായത് ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതൽ ഉണ്ടാകുന്നത്. അതായത് ഷാർപ്പ് പെൻസിലായിരിക്കും എപ്പോഴും ചാർജസ് കൂടുതൽ അക്യൂമുലേറ്റ് ചെയ്യുന്നത്. അടുത്താണ് കൂളംസ് ലോ. നമുക്ക് ഓൾറെഡി അറിയാം എൻ്റെ രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ ഓഫ് ദ ചാർജ് അവർക്കിടയ്ക്ക് അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇനി എക്സാക്ട്ലി അറിയണം എൻ്റെ ഇരിക്കുന്ന ഈ ചാർജ് ഇത്രയാണ് ആൻഡ് ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് ആൻഡ് അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് എത്ര, അത് എത്രയാണെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലോ ആണ് ആക്ച്വലി കൂളംസ് ലോ. ഇതൊരു എക്സ്പെരിമെന്റൽ റിസൾട്ട് ആണ്. ഈ റിസൾട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതാണ്, എൻ്റെ രണ്ട് ചാർജസ് ഉണ്ട്. സപ്പോസ് ഈ ചാർജാണ് Q1 ആൻഡ് ഈ ചാർജാണ് Q2 ആൻഡ് അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് R എങ്കിൽ അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്, ഞാൻ അതിനെപ്പറ്റി പറയാം, ടൈംസ് ഫസ്റ്റത്തെ ചാർജ് ഇൻറ്റു സെക്കൻഡ് ചാർജ് ഡിവൈഡഡ് ബൈ അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഓക്കെ, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ, ഞാൻ ഡിസ്റ്റൻസ് ട്വൈസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറിന്റെ കൂടെ 2ന്റെ ഫാക്ടർ വരും. സോ അത് R സ്ക്വയർ ആണ്. സോ ഡിനോമിനേറ്ററിൽ ഓൾറെഡി 4ന്റെ ഫാക്ടർ വരും. അതായത് ഫോഴ്സ് 1/4 ആണ് ആവുന്നത്, അല്ലാതെ 1/2 അല്ല. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ. അതായത് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ ആണ് ഫോർ 2 പോയിന്റ് ചാർജസ്. അപ്പോൾ ഇതാണ് ബേസിക്കലി കൂളംസ് ലോ. അപ്പൊ ഞാൻ എന്താണ് കെ എന്ന് പറയാം. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സപ്പോസ് ഈ രണ്ട് ചാർജസും ഫ്രീ സ്പേസിലാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് വാക്യത്തിലാണെങ്കിൽ ഈ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. നമ്മൾ ε0 വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നമുക്കത് ഓൾറെഡി അറിയാം. ഇനി സപ്പോസ് ഈ രണ്ട് ചാർജസും ഒരു മീഡിയത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ എങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ എക്സ്ട്രാ ഒരു ഫാക്ടറും കൂടെ വരും, ε0r. ക്ലിയർ? അതായത് നമുക്ക് പറയാം രണ്ട് ചാർജസ് വാക്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് F ആണെങ്കിൽ, അതായത് F എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R. അതൊരു മീഡിയത്തിനകത്താണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ഫോഴ്സിന്റെ ഡിനോമിനേറ്ററിൽ ഒരു ε0rന്റെ ഫാക്ടറും കൂടെ വരും. അതായത് ഒരു മീഡിയം ഉണ്ടെങ്കിൽ രണ്ട് ചാർജസിനിടയ്ക്കുള്ള ഫോഴ്സ് റെഡ്യൂസ് ചെയ്യും. ക്ലിയർ? അതായത് രണ്ട് ചാർജസിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ രണ്ട് ചാർജസും വാക്യത്തിൽ ഇരിക്കുമ്പോഴാണ്. ആ ചാർജസ് ഒരു മീഡിയത്തിനകത്താണെങ്കിൽ അവിടെ ഫോഴ്സ് കുറവായിരിക്കും. ഓക്കെ, അതിന്റെ റീസൺ ആ മീഡിയത്തിനകത്ത് നടക്കുന്ന ചില മെക്കാനിസംസ് ആണ്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പോകുന്നില്ല, പക്ഷെ നമുക്കറിയാം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് കൂളംസ് ലോയുടെ ചില ഫീച്ചേഴ്സ് പറയാം. ഫീച്ചേഴ്സ് അല്ല, ഇത് നമുക്ക് എപ്പോഴാണ് പ്രിസൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ഈ രണ്ട് ചാർജസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കൂളംസ് ലോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കൂളംസ് ലോ യൂസ് ചെയ്യണമെങ്കിൽ ചാർജസ് റെസ്റ്റിലായിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂളംസ് ലോ യൂസ് ചെയ്യണമെങ്കിൽ രണ്ടും പോയിന്റ് ചാർജസ് ആയിരിക്കണം. അതായത് നമുക്ക് ഒരിക്കലും, സപ്പോസ് ഞാനിപ്പോൾ രണ്ട് കേസ് വരയ്ക്കുകയാണ്. അതായത് ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഓക്കെ, ആൻഡ് ഇത് വേറൊരു ഒബ്ജക്റ്റ് ആണ്, ആൻഡ് ഇതിന്റെ ചാർജ് Q1 ആൻഡ് ഇതിന്റെ ചാർജ് Q2. ഓക്കെ, ഇവർക്കിടയ്ക്കുള്ള സംവാട്ട് ആവറേജ് ഡിസ്റ്റൻസ് സം R. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇവർക്കിടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് കൂളംസ് ലോ യൂസ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഒബ്ജക്ട്സും പോയിന്റ് ഒബ്ജക്ട്സ് ആയിരിക്കണം. അപ്പൊ ചോദിക്കാം, നമ്മുടെ നേച്ചറിൽ ഒബ്ജക്ട്സുകളൊന്നും പോയിന്റ് ഒബ്ജക്ട്സ് അല്ലല്ലോ, എങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ, ഇതൊരു യൂസ്ലെസ് ലോ അല്ലേ? അല്ല. അതായത് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടോ ആർബിട്രറി ഷേപ്പുള്ള രണ്ട് ഒബ്ജക്ട്സ് ആണ്. എനിക്ക് ഇവർക്കിടയിലുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ ആദ്യം ഈ ഒബ്ജക്ട്സിനെ, അതായത് എൻ്റെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ ചെറിയ 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 പീസുകളായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഈ ഓരോ പീസും ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഇക്വലന്റ് ആണ്. ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതാണ്, ഈ ഒബ്ജക്റ്റ് ഇവിടെയുള്ള ഓരോ ഒബ്ജക്റ്റുകളുടെയും പുറത്തു കൊടുക്കുന്ന ഫോഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ എല്ലാ ഫോഴ്സസിനും കൂടെ വെക്ടർ സം ചെയ്യും. വെക്ടർ സം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഈ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ഇവിടെയുള്ള എല്ലാവരുടെയും പുറത്തു കൊടുക്കുന്ന ഫോഴ്സ് കിട്ടും. അതായത് ഈ സിംഗിൾ പോയിന്റ് ഈ എൻ്റയർ ഒബ്ജക്റ്റിന്റെ പുറത്തു കൊടുക്കുന്ന ഫോഴ്സ് എനിക്ക് കിട്ടും. ഇനി ഞാൻ ഇതേ സെയിം പ്രോസസ്സ് ഞാൻ ഈ ഒബ്ജക്റ്റിന്റെ പുറത്തും ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ഈ ഒബ്ജക്റ്റിന്റെ പുറത്തും ഒക്കെ ചെയ്യും. ഫൈനലി ഞാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഒബ്ജക്ട്സിനിടയ്ക്കുള്ള ടോട്ടൽ ഫോഴ്സ് കിട്ടും. ആക്ച്വലി അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. അതിനാണ് ബേസിക്കലി ഇന്റഗ്രേഷൻ. നമ്മുടെ അതിനുള്ള മാത്തമാറ്റിക്കൽ ടൂൾസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് ആക്ച്വലി കൂളംസ് ലോ. നമ്മൾ ഇങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആക്ച്വലി പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്ന പല സിനാരിയോസും വളരെ ഈസി സിനാരിയോസ് ആയിരിക്കും. അതായത് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും ആൻഡ് ചാർജ് വളരെ യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടും മാത്തമാറ്റിക്കലി നമുക്ക് ഈസിലി ഡീൽ ചെയ്യാൻ പറ്റുന്ന ഷേപ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും എന്തായാലും വരാൻ പോകുന്നില്ല. ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഈസി ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ ഒരു കാര്യം കാണാൻ പറ്റും. ഓക്കെ, അതായത് ഈ രണ്ട് ഒബ്ജക്ട്സിനിടയ്ക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും, ഡിപ്പെൻഡിങ് ഓൺ ദെയർ നേച്ചർ. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇത് ചിലപ്പം 10 കൂളംബായിരിക്കും, ഇത് 2 കൂളംബേ കാണത്തുള്ളൂ.
റൈറ്റ്. പക്ഷേ ഇതിന്റെ പുറത്ത് എത്ര ഫോഴ്സ് ആണോ കൊടുക്കുന്നത് അത്രത്തോളം ഫോഴ്സ് തന്നെയായിരിക്കും തിരിച്ചും കൊടുക്കുന്നത്, ബിക്കോസ് ന്യൂട്ടന്റെ തേർഡ് ലോ. റൈറ്റ്. ഇനി ഇത് കുറച്ചും കൂടെ നമുക്ക് വലിയൊരു സ്കെയിലിൽ യൂസ് ചെയ്യാം. സപ്പോസ് ഇതൊരു ആർബിട്രറി ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, റൈറ്റ്, ആൻഡ് അതിന്റെ പുറത്തുള്ള ചാർജ് വളരെ വലുതുമാണ്, ആൻഡ് ഇത് വേറൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഈ പോയിന്റ് ഒബ്ജക്റ്റ് ഈ ഫുൾ ഒബ്ജക്റ്റിന്റെ പുറത്ത് എത്ര ഫോഴ്സ് കൊടുക്കുക എക്സാക്ട്ലി അതേ ഫോഴ്സ് തന്നെയായിരിക്കും ഇത് തിരിച്ചും കൊടുക്കുന്നത്, ബിക്കോസ് ന്യൂട്ടന്റെ തേർഡ് ലോ. റൈറ്റ്. അപ്പോൾ അത് എപ്പോഴും അത് ഓർത്തിരിക്കുക. അതായത് എൻ്റെ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഇവർക്കിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെങ്കിലും ഓക്കെ ഈ രണ്ട് ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. എങ്കിൽ നമുക്ക് ഞാൻ അടുത്ത ചോദിക്കാം. നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു മീഡിയം ഉണ്ടെങ്കിൽ ആ മീഡിയത്തിനകത്ത് രണ്ട് ചാർജസ് ഉണ്ടെങ്കിലുള്ള ഫോഴ്സ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിനെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. സപ്പോസ് ഇതൊരു മീഡിയം ആണ്. ഓക്കെ, റൈറ്റ്. ഇതിനകത്ത് രണ്ട് ചാർജസ് ഉണ്ട്. റൈറ്റ്. എനിക്ക് ഈ ചാർജസ് ഉണ്ടെങ്കിലുള്ള ഫോഴ്സസിനെ പറ്റി അറിയേണ്ടത്. നമുക്ക് എന്തായാലും അറിയാം ഈ രണ്ട് ചാർജസും വാക്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്കിടയ്ക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. സപ്പോസ് അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് ആണ് എഫ്. ഓക്കെ, റൈറ്റ്. സപ്പോസ് ഇത് രണ്ട് പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചോ, എങ്കിൽ ഈ ചാർജിന്റെ പുറത്ത് ഇവിടെ നിങ്ങോട്ട് റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം അറിയാം. ഇത് മീഡിയത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ വാക്യത്തിൽ ഇവർക്കിടയ്ക്കുള്ള ഫോഴ്സിനെക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും മീഡിയത്തിനകത്ത് ഇവർക്കുള്ള ഫോഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് എവന്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സിനെ ഈ മീഡിയത്തിനകത്തുള്ള ഓക്കെ, അതായത് ആ പോളറൈസേഷൻ ഒക്കെ കാരണം മീഡിയത്തിനകത്തുള്ള ചില പ്രോപ്പർട്ടീസ് അതിന് ഒപ്പോസ് ചെയ്യും. അതായത് ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ഈ ഡയറക്ഷനിൽ ആ മീഡിയം ഒരു ഫോഴ്സ് കൊടുക്കും. അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കുറയുന്നത്. ക്ലിയർ? അപ്പൊ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിനകത്ത് ആ മീഡിയം ആ ചാർജിന്റെ പുറത്ത് എത്ര ഫോഴ്സ് കൊടുക്കും, അതായത് എഫ് എം, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് എനിക്ക് അറിയേണ്ടത്. നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ്. നമുക്ക് എന്തായാലും പറയാം ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ആകെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ടു ഓക്കെ, അതായത് ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യത്തിലാണെങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മൈനസ് മീഡിയം കൊടുക്കുന്ന ഫോഴ്സ്. റൈറ്റ്. ഇനി നമുക്കറിയാം ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ആകെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, വാക്യത്തിലെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ എങ്കിൽ ഈക്വൽ ടു എഫ് മൈനസ് എഫ് എം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് എഫ് എം ഇസ് ഈക്വൽ ടു എഫ് മൈനസ് എഫ് എപ്സിലോൺ ആർ, അല്ലെങ്കിൽ എഫ് ടൈംസ് 1 മൈനസ് 1 ബൈ എപ്സിലോൺ ആർ. റൈറ്റ്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ആ മീഡിയം എത്രത്തോളം ഫോഴ്സ് ആണ് ആ മീഡിയത്തിനകത്ത് ആ ചാർജ് ഇരിക്കുമ്പോൾ ആ ചാർജിന്റെ പുറത്ത് കൊടുക്കുന്നത്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്. റൈറ്റ്. ഓക്കെ, ഈ സർഫസിന്റെ പുറത്ത് ഞാൻ ചാർജ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അറിയാം ഈ ചാർജ് വളരെ യൂണിഫോം ആയിട്ടായിരിക്കും എൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കിത് ആക്ച്വലി മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാം. ഓക്കെ, ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ പുറത്ത് യൂണിഫോം ആയിട്ട് ഈ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഓക്കെ, റൈറ്റ്, എനിക്ക് ഈ മുഴുവൻ ചാർജിനെയും സ്ഫിയറിന്റെ സെന്ററിൽ ഇരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് സപ്പോസ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ കുറച്ച് മുന്നോട്ട് പറയുവാണ്. എനിക്കറിയേണ്ടത് ഈ സ്ഫിയർ ഈ പർട്ടിക്കുലർ പോയിന്റിൽ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യാം, ഈ മുഴുവൻ ചാർജസും അതിന്റെ സെന്ററിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് ഈ മുഴുവൻ ചാർജസും സെന്ററിൽ ഇരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് ഈ ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണെന്ന് വെച്ചോ, ഈ ക്യാപിറ്റൽ ക്യൂ മുഴുവൻ എനിക്ക് സെന്ററിൽ ഇരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. എങ്കിൽ ഈ സെന്ററിൽ ഇരിക്കുന്ന ക്യാപിറ്റൽ ക്യൂ എത്ര ഇലക്ട്രിക് ഫീൽഡാണ് അവിടെ കൊടുക്കുന്നത് എന്ന് എനിക്ക് കണ്ടുപിടിച്ചാൽ മതി. റൈറ്റ്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഒരു സ്ഫിയറിന്റെ പുറത്ത് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് മുഴുവൻ എനിക്ക് സെന്ററിൽ ഇരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ആക്ച്വലി ഇവിടെ ഇതിനൊരു വേറൊരു കോൺസിക്വൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതൊരു കണ്ടക്ടിങ് സ്ഫിയർ ആണെന്ന് വെച്ചോ. ഓക്കെ, എങ്കിൽ ഞാനിവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് കൊണ്ട് വെക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഞാനൊരു പ്ലസ് ക്യൂ ചാർജ് കൊണ്ട് വെച്ചാൽ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ഈ സ്ഫിയറിന്റെ പുറത്ത് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പ്ലസ് ക്യൂ ചാർജ് കൊണ്ടുവച്ചാൽ ഇത് കണ്ടക്ടിങ് സ്ഫിയർ അല്ലേ, ഈ പ്ലസ് ക്യൂ എന്ത് ചെയ്യും, നമ്മുടെ ആ സ്ഫിയറിന്റെ പുറത്തുള്ള സ്ഫിയർ ഓൾറെഡി ന്യൂട്രൽ ആണ്, അതിന്റെ പുറത്ത് ഞാൻ പുറത്തുനിന്ന് കുറച്ച് പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ചേ ഉള്ളൂ. ഈ പ്ലസ് ക്യൂ എന്ത് ചെയ്യും, ആ ന്യൂട്രൽ ആയിരിക്കുന്ന സ്ഫിയറിനകത്ത് ഉള്ള പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, ഓക്കെ, ഈക്വൽ ആയിട്ടിരിക്കുന്ന അവരെ പരസ്പരം സ്പ്ലിറ്റ് ചെയ്യത്തില്ലേ. അതായത് ഈ സൈഡിൽ കുറച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജസും വരും, ഈ സൈഡിൽ കുറച്ച് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജസും വരും. എന്ന് വെച്ചാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, ഈ സൈഡിൽ ആ പോസിറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി അങ്ങോട്ട് കുറയും, ഈ സൈഡിലോ പോസിറ്റീവ് ചാർജ് കുറച്ചും കൂടെ കൂടുതൽ ഡെൻസർ ആവും. റൈറ്റ്. എന്ന് വെച്ചാൽ എനിക്ക് ഏതാണ്ട് പറയാം ഈ സ്ഫിയറിന്റെ സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് മുമ്പ് സെന്ററിലായിരുന്നു, അത് ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയെന്ന് എനിക്ക് പറയാം.
ഓക്കെ, ബിക്കോസ് മുമ്പ് ചാർജ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ ഈ സാധനം വന്നപ്പോൾ ഈ സൈഡിൽ കുറച്ച് പോസിറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി കൂടി, ഇവിടെ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓൺ ആവറേജ് ഇതിനെ മുഴുവൻ ഞാൻ സെന്ററിൽ ഇരിക്കുന്നതിന്റെ എല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് കുറച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം. അതായത് കൂടുതൽ ചാർജസ് ഇവിടെയാണെന്ന് എനിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയ്ക്കുള്ള ഫോഴ്സ് ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്നത് പോലെ, അതായത് എന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഈ ചാർജസ് മുഴുവൻ സെന്ററിലാണ്. സോ ഇവർക്കിടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4πε0 ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്. അതായിരുന്നു എന്റെ എക്സ്പെക്ടേഷൻ. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഈ ചാർജിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഇവിടുത്തെ സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് കുറച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റഡ് ആയി. സോ ഡിസ്റ്റൻസ് കൂടി. സോ ഇവർക്കിടയ്ക്കുള്ള ഫോഴ്സ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, റൈറ്റ്. അതായത് നമുക്ക് മനസ്സിലായി ഇവർക്കിടയ്ക്കുള്ള ഫോഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറയും എങ്കിൽ, അതായത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ. എങ്കിൽ സപ്പോസ് ഇത് നെഗറ്റീവ് ചാർജ് ആയിരുന്നു എന്ന് വെച്ചോ, എങ്കിൽ എന്ത് വ്യത്യാസം വരും നമുക്ക് നോക്കാം. ഇത് നെഗറ്റീവ് ചാർജസ് ആണെങ്കിൽ ഇപ്പൊ നടന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതായത് ഈ സൈഡിൽ ഒരുപാട് നെഗറ്റീവ് ചാർജസ് വരും, ബിക്കോസ് അത് റിപ്പൽ ചെയ്യുന്നത് കാരണം. ഈ സൈഡിൽ കൂടുതൽ പോസിറ്റീവ് ചാർജസ് വരും. എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്? ഈ സൈഡിൽ മോർ പോസിറ്റീവ് ചാർജ് ഡെൻസർ ആവും, ഈ സൈഡിൽ പോസിറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് അത് ഈ സൈഡിലോട്ട് കുറച്ച് ഷിഫ്റ്റഡ് ആവും. മുമ്പ് ഇവിടെ ആയിരുന്നു, അത് ഇങ്ങോട്ട് കുറച്ച് ഷിഫ്റ്റഡ് ആവും. എന്ന് വെച്ചാൽ ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ ഇനി കൺസിഡർ ചെയ്യേണ്ട ഇതാണ്. സോ അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു, സോ അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് കൂടും. അതായത് നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഞാൻ ഈ വെക്കുന്ന ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ. അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു നോഷനാണ് ഇക്വിലിബ്രിയം. സോ നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ നമ്മൾ അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ടോട്ടൽ ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ സിസ്റ്റം ആക്സിലറേറ്റ് ചെയ്തില്ല. സോ അതിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണോ അത് അതുപോലെ തന്നെ നിൽക്കും. അത് നമ്മൾ നോക്കുമ്പോൾ ആ സിസ്റ്റത്തിന്റെ വ്യത്യാസമൊന്നും വരത്തില്ല, അത് അതുപോലെ തന്നെ നിൽക്കും. ആ എൻറ്റയർ സിസ്റ്റം ഒരു പർട്ടിക്കുലർ വെലോസിറ്റി മൂവ് ചെയ്യുവാണെങ്കിൽ അത് അതേ വെലോസിറ്റി തന്നെ മൂവ് ചെയ്യും. ആ സിസ്റ്റത്തിനകത്ത് കൂടുതൽ ഡൈനാമിക്സ് നടക്കത്തില്ല, കാരണം ആ സിസ്റ്റത്തിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം നോക്കാം. രണ്ട് ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. ഒന്നാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, വേറെ ഒന്നാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സോ നമുക്ക് എന്താണ് ഡിഫറൻസ് നോക്കാം. ഞാൻ ആ ഡിഫറൻസ് പറയാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സോ അത് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതുപോലൊരു സർഫസ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് വെച്ചോ. ഇതൊരു സർഫസ് ആണ്, ആൻഡ് ഞാനിവിടെ ഒരു ബോൾ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ആ ബോൾ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണല്ലോ, ആ ബോൾ അവിടെ ഇരുന്നോളും. എങ്കിൽ ഞാൻ ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ ബോളിനെ മാറ്റാൻ ശ്രമിച്ചാൽ എന്തോ പറ്റും, ഈ ബോൾ നേരെ ഇങ്ങോട്ട് വരും, എന്നിട്ട് അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ഞാൻ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാൻ ശ്രമിച്ചാലോ അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അതായത് ആ ബോൾ ഇക്വിലിബ്രിയത്തിലാണ്, ഞാൻ അതിന്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് ഇക്വിലിബ്രിയത്തിലോട്ട് തന്നെ വരും. ഓക്കെ, നമ്മൾ ഇതിനെ വിളിക്കുന്നവരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. റൈറ്റ്. അടുത്ത പോയിന്റ് ആണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതുപോലത്തെ ഒരു സിനാരിയോയാണ്. സപ്പോസ് ഈ ബോൾ ഇങ്ങനെ ആയിരിക്കുന്നത് വെച്ചോ, നമുക്കറിയാം അവിടെ ഇക്വിലിബ്രിയത്തിലാണ്, അതവിടെ ഇരുന്നോളും. പക്ഷേ ഞാൻ ഈ ഒബ്ജക്റ്റിനെ സ്ലൈറ്റ്ലി ഇങ്ങോട്ടൊന്ന് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഇങ്ങോട്ട് കയറി വരത്തില്ലല്ലോ, ഇത് തിരിച്ച് എങ്ങോട്ടേലും പോകും. അതായത് അതിന്റെ പ്രത്യേകത അതും ഇക്വിലിബ്രിയമാണ്. പക്ഷെ ഞാൻ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് വരത്തില്ല. റൈറ്റ്, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അത് പോകും. ഇത്തരത്തിലുള്ള ഇക്വിലിബ്രിയംസിനെ വിളിക്കുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ചോദിക്കാം, ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനകത്ത് ഇക്വിലിബ്രിയംസ് ഉണ്ടോ, സ്റ്റേബിൾ ഇക്വിലിബ്രിയംസ് ഉണ്ടോ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയംസ് ഉണ്ടോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റൈറ്റ്. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇൻ ജനറൽ, അതായത് നമ്മൾ 3D അതൊക്കെ, അതായത് 3 ഡയമെൻഷനിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു തിയറം ഉണ്ട്. ഞാൻ ആ തിയറത്തിനെ പറ്റി ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. ഒരിക്കലും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനകത്ത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നൊരു നോഷനേ ഇല്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനകത്ത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം മാത്രമേ ഉണ്ടെങ്കിൽ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് ആക്ച്വലി ഒരു തിയറമാണ്. ഓക്കെ, നമുക്ക് നോക്കാം ചില എക്സാമ്പിൾസിലൂടെ. ഓക്കെ, നമുക്ക് അതിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇത് രണ്ട് പോസിറ്റീവ് ചാർജസ് ആണ്, പ്ലസ് ക്യൂ പ്ലസ് ക്യൂ. റൈറ്റ്, ഇത് ഇവരെ കണക്ട് ചെയ്യുന്ന ലൈനാണ്. ഓക്കെ, എനിക്കറിയേണ്ടത് ഞാൻ മറ്റൊരു ചാർജ് ഇതിനിടയ്ക്ക് കൊണ്ടുവച്ചാൽ എനിക്ക് ഇക്വിലിബ്രിയം പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. സപ്പോസ് ഞാൻ ഇതിനിടയ്ക്ക് ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവയ്ക്കുകയാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, റൈറ്റ്, ഞാൻ വേറൊരു പോസിറ്റീവ് ചാർജ് എടുക്കും. ഓക്കെ, റൈറ്റ്, നമുക്ക് നോക്കാം ഈ പോസിറ്റീവ് ചാർജിന് എന്തൊക്കെ സംഭവിക്കുമെന്ന്. ഓക്കെ, ഞാൻ അതിനെ ക്യാപിറ്റൽ ക്യൂ എന്ന് വിളിക്കാം. ഓക്കെ, റൈറ്റ്, നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, എവനെ റിപ്പൽ ചെയ്യും. അതായത് എവന്റെ പുറത്ത് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും. ഈ പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ എവന്റെ പുറത്ത് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും. ഓക്കെ, റൈറ്റ്, അതായത് ആ ഒബ്ജക്റ്റിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആൻഡ് ഈ ഡിസ്റ്റൻസുകളെല്ലാം നമ്മൾ കറക്റ്റ്ലി ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം
ഓക്കെ ഓക്കെ, ഈ കേസിൽ ഈ രണ്ട് ചാർജസ് എക്സാക്ട്ലി സെയിം ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അറിയാം കറക്റ്റ് നടുക്കി വെച്ചാൽ തന്നെ ആയിരിക്കും ഈ രണ്ട് ഫോഴ്സസ് മാച്ച് ആവുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സപ്പോസ് ഈ ചാർജ് പ്ലസ് ക്യൂവും ഇത് പ്ലസ് ക്യൂ ഡാഷും ആണെങ്കിൽ, ഓക്കെ ഇത് ക്യൂ ഡാഷും ആണെങ്കിൽ നമുക്കറിയാം ഞാനിപ്പോൾ ഈ സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ ഈ സാധനത്തിന് നടുക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഫോഴ്സസ് മാച്ച് ആവത്തില്ല. ബിക്കോസ് ചാർജസ് രണ്ടും ഡിഫറൻ്റ് ആണ്, ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സസ് എന്തായാലും മാച്ച് ആവത്തില്ല. ഞാൻ ചിലപ്പോൾ സ്ലൈറ്റ്ലി ഈ സൈഡിലോട്ടോ വല്ലതും കൊണ്ടുപോയാലായിരിക്കും ഈ സാധനം ചിലപ്പോൾ ഈക്വിലിബ്രിയത്തിലാവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം ഇവിടെ ഈ സിസ്റ്റം നമ്മുടെ നടുക്കിരിക്കുന്ന ചാർജ് എന്തായാലും ഈക്വിലിബ്രിയത്തിൽ ഇരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഈക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ സംസാരിച്ചത് എലോങ് ദിസ് ലൈനാണ്. നമുക്ക് വേറൊരു സിനാരിയോ ആലോചിച്ച് നോക്കാം. സപ്പോസ് ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഇങ്ങോട്ടോ മൂവ് ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം. റൈറ്റ്, നോക്കുക, ഞാൻ ഇതിനെ സപ്പോസ് ഞാൻ ഈ ഒബ്ജക്റ്റിനെ എന്താ ഇവിടെ എത്തിച്ചെന്ന് വെച്ചോ. ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നോക്കേ, ഈ പോസിറ്റീവ് ചാർജ് ഇതിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുവാണ്, ഈ പോസിറ്റീവ് ചാർജ് ഇതിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുവാണ്. സോ അതിന്റെ നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. എന്ന് വെച്ചാൽ അത് തിരിച്ചൊരിക്കലും താഴോട്ട് വരത്തില്ല. എന്ന് വെച്ചാൽ അത് നേരെ അങ്ങോട്ടായിരിക്കും പോകുന്നത്. ഞാൻ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ, ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് ഇതിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഇത് ഇതിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. സോ ഇതിന്റെ നെറ്റ് റിപ്പൾഷൻ ഇങ്ങോട്ടാണ്. സോ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ടേ പോകത്തുള്ളൂ, തിരിച്ചൊരിക്കലും ഇങ്ങോട്ട് വരത്തില്ല. റൈറ്റ്, എന്ന് വെച്ചാൽ ഈ സെന്ററിലെ പൊസിഷൻ ആക്ച്വലി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. പക്ഷെ ഞാൻ ഈ ലൈനിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ ഡയറക്ഷനിലെ മോഷനെ പറ്റി മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. പക്ഷെ ഇൻ ജനറൽ ഞാൻ ഈ 2D സ്പേസിലെ ഫുൾ മോഷൻ, അതായത് ഞാൻ ഈ ഡയറക്ഷനിലെ മോഷനും ഈ ഡയറക്ഷനിലെ മോഷനും എല്ലാം കൺസിഡർ ചെയ്താൽ, ഞാനിപ്പോൾ കണ്ടു ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ തന്നെ ആ സാധനം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ ജനറൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനകത്ത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഒരിക്കലും കാണത്തില്ല. പക്ഷെ എലോങ് സം ലൈൻ എനിക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. സപ്പോസ് ഇത് നെഗറ്റീവ് ചാർജ് ആണെന്ന് വെച്ചോ, അതായത് ഇത് രണ്ടും പ്ലസ് ക്യൂ ചാർജസ് ആണ് ആൻഡ് ഞാൻ ഈ നടുക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, നെഗറ്റീവ് ക്യൂ. സോ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ സാധനത്തിന് ഞാൻ സൈഡ് വൈസ്, അതായത് ഞാൻ ഇങ്ങോട്ടോ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുന്നു വെച്ചോ. എങ്കിൽ നമുക്ക് നോക്കാം. സപ്പോസ് ഞാൻ ഇതിനെ ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. നമ്മുടെ ഈ പോസിറ്റീവ് ചാർജ് ഇതിനെ എന്തായാലും അട്രാക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ പോസിറ്റീവ് ചാർജും ഇതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ രണ്ട് ഫോഴ്സസും എന്തായാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പം നമ്മൾ കരുതും ചിലപ്പോൾ അവിടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. റൈറ്റ്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഈ പൊസിഷനിൽ ആ സാധനം ഇക്വിലിബ്രിയത്തിലായിരുന്നു എന്ന് വെക്കുക. റൈറ്റ്, എങ്കിൽ ഞാൻ സ്ലൈറ്റ്ലി ആ പൊസിഷനിൽ ഇക്വിലിബ്രിയത്തിലായിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാണ്? എവൻ കൊടുക്കുന്ന ഫോഴ്സും, അതായത് എവൻ കൊടുക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സും എക്സാക്ട്ലി മാച്ച് ആയതുകൊണ്ടാണ് അവിടെ ഇക്വിലിബ്രിയത്തിലായത്. ഓക്കെ, റൈറ്റ്, എങ്കിൽ ഞാൻ ഈ ഒബ്ജക്റ്റിനെ സ്ലൈറ്റ്ലി ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എവൻ കൊടുക്കുന്ന ഫോഴ്സ് കുറയും. ഓക്കെ, റൈറ്റ്, ബിക്കോസ് ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കൂടി. എവൻ കൊടുക്കുന്ന ഫോഴ്സോ അത് കൂടുകയാണ് ചെയ്യുന്നത്. റൈറ്റ്, അതായത് ഇങ്ങോട്ടുള്ള ഫോഴ്സ് കൂടുകയാണ് ചെയ്യുന്നത് ബിക്കോസ് ആ ഡിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിക്കും? എവൻ കൊടുക്കുന്ന ഫോഴ്സ് കുറഞ്ഞു, എവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് കൂടി. എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തു. എന്ന് വെച്ചാൽ ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അതായത് ആ ചാർജ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ സൈഡ് വൈസ് ഉള്ള മൂവ്മെന്റ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, ബിക്കോസ് അത് ഒരിക്കലും ആ ഒബ്ജക്റ്റിനെ തിരിച്ച് അതിന്റെ പൊസിഷനിലോട്ട് കൊണ്ടുവരില്ല. ക്ലിയർ? റൈറ്റ്, ഇനി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മോഷനെ പറ്റി ആലോചിക്കാം. അതായത് ഞാൻ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കുന്നു വെച്ചു. ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിച്ചാൽ സപ്പോസ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ സാധനത്തിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. സോ നെറ്റ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്. സോ ഞാൻ മുകളിലോട്ട് മൂവ് ചെയ്യിപ്പിച്ചാൽ അത് തിരിച്ച് അതേ സ്ഥലത്തോട്ട് തന്നെ വരാൻ നോക്കും. അതേസമയം ഞാൻ ഇവിടെ ഈ ഒബ്ജക്റ്റിനെ കൊണ്ടുവച്ചാലോ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. സോ നെറ്റ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനായിരിക്കും നോക്കുന്നത്. അതായത് ഞാൻ ഈ ഡയറക്ഷനിൽ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഞാൻ ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്ലൈറ്റ്ലി വേരിയിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ പോകും. എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ, അതായത് ഈ ഡയറക്ഷനിലുള്ള മോഷനിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ട്. അതേസമയം ഈ ഡയറക്ഷനിലുള്ള മോഷനിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇല്ല. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, സപ്പോസ് എൻ്റെ രണ്ട് ചാർജസ് ഉണ്ട്, 2, 3, 4 എത്ര ചാർജസ് ഉണ്ടെങ്കിലും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ 2 ചാർജസിന്റെ കേസിലാണ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഈസി. സോ ഞാൻ അതുകൊണ്ട് 2 ചാർജുള്ള കേസസ് പറയുന്നത്. സപ്പോസ് എൻ്റെ 2 ചാർജസ് ഉണ്ട്. ഈ ചാർജാണ് ഫസ്റ്റത്തെ ചാർജാണ്, ഇത് രണ്ടാമത്തെ ചാർജാണിത്. ഓക്കെ, റൈറ്റ്, ഈ ചാർജ് ഓക്കെ, ഞാൻ ഇത് Q1, ഇത് Q2 ആൻഡ് ഇവർക്കിടയ്ക്ക് എത്രയോ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ആൻഡ് ഇവൻ്റെ മാസം M1, ഇവൻ്റെ മാസം M2.
റൈറ്റ്. എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിനെ ഫോർമുലേറ്റ് ചെയ്യാനുള്ള ചില ടെക്നിക്സാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ചിലപ്പോൾ ചില പ്രോബ്ലംസിനകത്ത് ഈ രണ്ട് ഒബ്ജക്ട്സും നമുക്കറിയാം ഇത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്, സോ ഒരു റിപ്പൽ ചെയ്യാം. സോ നമുക്ക് ചോദിക്കാം ഇത്ര സമയം കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും എവിടെ നിൽക്കും, അല്ലെങ്കിൽ എവന്റെ പൊസിഷൻ അറിയെങ്കിൽ എവന്റെ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കും, ഇതൊക്കെ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. സോ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ രണ്ട് ഒബ്ജക്ട്സിനിടയ്ക്കും ഇന്റേണൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ, ഈ രണ്ട് ഒബ്ജക്ട്സിന്റെ പുറത്ത് എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നുമില്ല. എങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഈ ഒബ്ജക്റ്റിന്റെ, അതായത് ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് വേരി ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ സപ്പോസ് ഞാൻ ഇവിടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ഈ രണ്ട് ചാർജസ് എന്തുവാണ്, പോസിറ്റീവ് ചാർജസ് ആണ്. സോ ഒരു റിപ്പൽ ചെയ്ത് പോകുമായിരിക്കും. അപ്പൊ ഞാൻ പറയാണ് ഓക്കെ, ഇനിഷ്യലി ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കേ, ഈ ഡിസ്റ്റൻസ്, അതായത് ഇനിഷ്യലി സപ്പോസ് ഈ ഡിസ്റ്റൻസ് x1 ആൻഡ് ഈ ഡിസ്റ്റൻസ് x2 ആണെന്ന് വെച്ചോ. എങ്കിൽ നമുക്ക് പറയാം ആ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ്. ക്ലിയർ? റൈറ്റ്. ഇവർ റിപ്പൽ ചെയ്ത് ചിലപ്പോൾ ഇവർ എത്രയോ ദൂരത്തിലെത്തും. അതായത് കുറെ സമയം കഴിയുമ്പോൾ നമ്മുടെ m2 ഇവിടെ എത്തിയെന്ന് വെച്ചോ, ഇതാണ് m2. ഓക്കെ, നമ്മുടെ m1 സപ്പോസ് ഇവിടെ എത്തിയെന്ന് വെച്ചോ, ഇതാണ് m1. സോ അതിന്റെ എക്സ് കോർഡിനേറ്റ് മാറി, അതിന്റെ പുതിയ എക്സ് കോർഡിനേറ്റ് x1 ഡാഷ് ആണ്, ഇതിന്റെ പുതിയ എക്സ് കോർഡിനേറ്റ് x2 ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം അപ്പോഴും ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് മുമ്പ് ഉണ്ടായിരുന്ന സെന്റർ ഓഫ് മാസ് എവിടെയാണോ, അതായത് മുമ്പ് സപ്പോസ് ഞാൻ സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ഇതാണെന്ന് വെച്ചു മുമ്പ്, ഇപ്പോഴും അത് തന്നെ ആയിരിക്കും. അതായത് മുമ്പ് കിട്ടിയ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്താണോ അത് തന്നെ ആയിരിക്കും ഇനിയും ഞാൻ സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതായത് പുതിയ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ m1 x1 ഡാഷ് പ്ലസ് m2 x2 ഡാഷ് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇത് രണ്ടും എക്സാക്ട്ലി സെയിം ആയിരിക്കും, ബിക്കോസ് ഈ സിസ്റ്റത്തിന്റെ പുറത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് വേരി ചെയ്യാൻ പാടില്ല. സോ ഇത് നമുക്ക് ഈ ചാർജസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഇത് നമുക്ക് രണ്ടിൽ കൂടുതൽ ചാർജസ് ഉള്ള സിനാരിയോസിന് നമുക്ക് യൂസ് ചെയ്യാം. അതായത് സപ്പോസ് എൻ്റെ ഇതാ 3 ചാർജസ് ഉണ്ട്. റൈറ്റ്. ഈ കേസിൽ എനിക്ക് പറയാം ഈ 3 എണ്ണത്തിന്റെയും സെന്റർ ഓഫ് മാസ് ഞാൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ എനിക്കൊരു സെന്റർ ഓഫ് മാസിന് ഒരു പൊസിഷൻ കിട്ടി. സപ്പോസ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ആണ് x. ഓക്കെ, സപ്പോസ് അതിപ്പോൾ ഇവിടെയാണെന്ന് വെച്ചു. എങ്കിൽ ഇവർ പരസ്പരം റിപ്പൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ടാവാം. ഫൈനലി കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഈ ചാർജ് ഇവിടെ എത്തി, ഈ ചാർജ് ഇവിടെ എത്തി, ആൻഡ് ഈ ചാർജ് ഇവിടെ എത്തി. ഇതാണ് ഇതിന്റെ ഒരു ഷേപ്പ് എന്ന് വെച്ചോ. ക്ലിയർ? അപ്പോഴും ഇതിന്റെ സെന്റർ ഓഫ് മാസ്, അതായത് പുതിയ കോർഡിനേറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സാക്ട്ലി സെയിം പൊസിഷനിലായിരിക്കും. അതായത് പഴയ XCM-ഉം പഴയ YCM-ഉം തന്നെ ആയിരിക്കും പുതിയ XCM-ഉം പുതിയ സെന്റർ ഓഫ് മാസിന്റെ Y കോർഡിനേറ്റും എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയേണ്ടത്. ഫൈൻഡ് ദ ഇലക്ട്രിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ചാർജ് Q. ഓക്കെ, അപ്പൊ എൻ്റെ ഫസ്റ്റത്തെ ഒരു ഫിഗർ ഉണ്ട്, അതായത് ഈ ഫിഗറിന്റെ കേസിൽ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ Q. നമുക്ക് ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ അതൊരു എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കണം. സോ ഈ ആംഗിൾ 60 ആൻഡ് ഈ ആംഗിൾ 60 ആൻഡ് ഈ ആംഗിൾ 60 ആണ്. നമുക്ക് ആ ക്യൂവിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് അറിയേണ്ടത്. നമുക്ക് നോക്കാം ഈ ക്യൂവിന്റെ പുറത്ത് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ക്യൂവിന്റെ പുറത്ത് ഈ ക്യൂവിന്റെ പുറത്ത് ഇവിടെ നിങ്ങോട്ട് റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ആ ഫോഴ്സ് ആണ് ഞാൻ F എന്ന ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ക്യൂവും ഇതിന്റെ പുറത്ത് റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് ഈ ഡയറക്ഷനിലാണ്. ഞാൻ അതിനെയും F എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് രണ്ടും സെയിം തന്നെ ആയിരിക്കും, ബിക്കോസ് ഈ ചാർജും അതിന്റെ പ്രോഡക്റ്റും ഈ ഡിസ്റ്റൻസും അതേ പേഴ്സ് തന്നെയാണ്. ഈ ചാർജും അതിന്റെ ഡിസ്റ്റൻസും. ഓക്കെ, സോ രണ്ട് ഫോഴ്സസും എക്സാക്ട്ലി സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്ക് എന്തായാലും F എന്താണെന്ന് എഴുതാം. F എന്ന് പറഞ്ഞാൽ എന്തുവാണ്? F is equal to K Q ഡിവൈഡഡ് ബൈ L സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതാണ് F. എങ്കിൽ എനിക്ക് അറിയേണ്ടത് ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സിന്റെയും വെക്ടർ സം ആണ്. ആൻഡ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വെക്ടർ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് എഴുതാം ടോട്ടൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഫസ്റ്റത്തെ ഫോഴ്സ് F1 F തന്നെയാണ് സ്ക്വയർ, രണ്ടാമത്തെ ഫോഴ്സ് F2 അതും ഇവിടെ F തന്നെയാണ്, പ്ലസ് 2AB cos θ. റൈറ്റ്. അപ്പൊ 2F into F ടൈംസ് കോസ് ദിസ് ആംഗിൾ. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തന്നെയാണ്. സോ കോസ് 60. സോ നമുക്ക് എഫിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. സോ ഞാൻ ഈ F എടുത്ത് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് കൂടെ ഇതിനെ ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. എനിക്ക് എഴുതാം റൂട്ട്. ഓക്കെ, റൈറ്റ്. നോക്കാം,
ഇവിടെ ഒരു എഫ് സ്ക്വയർ ഉണ്ട് ആൻഡ് ഇവിടെ എഫ് സ്ക്വയർ ഉണ്ട്. സോ ഇത് മൊത്തത്തിൽ 2f² ആണ്. ഇവിടെ എഫ്, ഇവിടെ 2f ഉണ്ട്. സോ ഇവിടെയും ഒരു 2f² ഉണ്ട്. സോ എനിക്ക് ഈ ടേമിൽ നിന്നും ഇവിടെ നിന്നും എനിക്ക് 2f² എനിക്ക് കോമൺ എടുക്കാം. 2f² പുറത്ത് വരുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? √2f ആയിട്ട് മാറും. ആൻഡ് ബ്രാക്കറ്റിനകത്ത് ബാക്കിയുള്ളത് എന്താണ്? ഒരു 1 ഉണ്ട് പ്ലസ് കോസ് 60. ഓക്കെ, ഓ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ വളരെ സിമ്പിളാ. എനിക്ക് എഴുതാം ഈക്വൽ ടു √2. എഫ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കെ ക്യൂ ക്യൂ ഡിവൈഡഡ് ബൈ L² ഇൻറ്റു 1 പ്ലസ് കോസ് 60. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു റെക്ടാംഗിൾ ആണ് ആൻഡ് നടുക്ക് നമ്മുടെ ക്യൂ ചാർജ് ഇരിപ്പുണ്ട്. അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര? ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ രണ്ട് ക്യൂസും എക്സാക്ട്ലി സെയിം ആണ്. സോ എവൻ കൊടുക്കുന്ന ഫോഴ്സും എക്സാക്ട്ലി ക്യാൻസൽ ആവും. ആൻഡ് ഇത് നെഗറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. സോ എവനെ അട്രാക്ട് ചെയ്യും. ആൻഡ് ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. സോ എവനെ റിപ്പൽ ചെയ്യും. സോ നെറ്റ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിലാണ് നെറ്റ് ഫോഴ്സ്. സോ ഈ ഡയറക്ഷനിലായിരിക്കുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എവന്റെ പുറത്തു കൊടുക്കുന്ന ഫോഴ്സും എവന്റെ പുറത്തു കൊടുക്കുന്ന ഫോഴ്സും ഞാൻ പരസ്പരം ആഡ് ചെയ്യാം. സോ എനിക്ക് എഴുതാം ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു കെ Q3Q ഡിവൈഡഡ് ബൈ L² പ്ലസ് കെ Q2Q ഡിവൈഡഡ് ബൈ L². ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ചാർജിന്റെ സൈൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് Q3 എന്നാണ് എഴുതിയത്. റൈറ്റ്, അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ഡയറക്ഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ നെഗറ്റീവ് സൈൻ്റെ ആവശ്യം എനിക്കില്ല. റൈറ്റ്, ആ നെഗറ്റീവ് സൈൻ ആക്ച്വലി ഞാനത് എഴുതിയിട്ടില്ല. കൂളംസ് ലോയുടെ വെക്ടർ ഫോം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് സൈൻ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പലപ്പോഴും കാണിക്കാറുണ്ട്. ബിക്കോസ് ആ നെഗറ്റീവ് സൈൻ ആണ് ആക്ച്വലി വെക്ടറിന്റെ ഡയറക്ഷൻ ഏതാണെന്ന് പലപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത്. റൈറ്റ്, പക്ഷേ ഇവിടെ ഞാൻ ഡയറക്ഷൻസ് ഒക്കെ ഞാൻ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. എനിക്കറിയേണ്ടത് ഈ ക്യൂവിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആൻഡ് ഈ ഡിസ്റ്റൻസ് L, അതാണ് നമുക്കറിയേണ്ടത്. നമ്മൾ ചിലപ്പം വിചാരിക്കും ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള എല്ലാവരും അവന്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ വെക്ടോറിയൽ ഇത് ആഡ് ചെയ്താൽ മതിയെന്ന്. ഓക്കെ, പക്ഷെ നമ്മൾ ഒന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത് അത്ര കഷ്ടപ്പെടേണ്ട. ഇതായത് അതിൽ ഈസിയാണത്. നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒരു കാര്യം അറിയാം. സപ്പോസ് ഞാൻ ഇവിടെ വേറൊരു ക്യൂ കൊണ്ട് വെച്ചാൽ, ഓക്കെ ഞാനത് വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. സപ്പോസ് ഞാനിവിടെ വേറൊരു ക്യൂ കൊണ്ട് വെച്ചാൽ, സെയിം ക്യൂ ആണെങ്കിൽ സെൻട്രൽ ഇരിക്കുന്ന ചാർജിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എക്സാക്ട്ലി 0 ആയിരിക്കും. കാരണം ഈക്വലി സിമെട്രിക് ആണ് എല്ലാ ഡയറക്ഷനിൽ നിന്നും. അതായത് എവൻ കൊടുക്കുന്ന ഫോഴ്സിനെ എവൻ കൗണ്ടർ ചെയ്യും, ആൻഡ് എവൻ കൊടുക്കുന്ന ഫോഴ്സിനെ എവൻ കൗണ്ടർ ചെയ്യും, എവൻ കൊടുക്കുന്ന ഫോഴ്സിനെ എവൻ കൗണ്ടർ ചെയ്യും, എവൻ കൊടുക്കുന്ന ഫോഴ്സിനെ എവൻ കൗണ്ടർ ചെയ്യും. എക്സാക്ട്ലി എല്ലാം ബാലൻസ് ആയിക്കോളും. പക്ഷെ ഇപ്പം നമ്മുടെ ആ ചാർജ് ഇല്ല എങ്കിൽ നമുക്ക് എന്തായാലും അറിയാം എവന്റെ പുറത്ത് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ബിക്കോസ് എവൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്ത് ഇല്ലാതാക്കുമായിരുന്നു. അപ്പൊ എവനോട് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എവന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ഇനി ഇത് എത്രയായിരിക്കും അതാണ് അറിയേണ്ടത്. നമുക്ക് ആലോചിച്ച് നോക്കാം. സപ്പോസ് എവനോട് ഉണ്ടായിരുന്നെങ്കിൽ എവന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കത്തില്ലേ? അത് എന്തുകൊണ്ടായിരിക്കും? ബാക്കിയുള്ള എല്ലാവരും എവന്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണോ അത്രയും ഫോഴ്സ് എക്സാക്ട്ലി എവൻ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടാ. റൈറ്റ്, എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ചാർജ് കൊണ്ടുവച്ചാൽ ആ ചാർജ് എവന്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കുമോ അത് തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാവരും എവന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത്. സോ എനിക്കറിയാം ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ചാർജസും ആ പോയിന്റ് കൊടുക്കുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യൂ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വലന്റ് ആണ്. എന്ന് വെച്ചാൽ എത്രയാ ഫോഴ്സ്? ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കെ ക്യൂ ക്യൂ ഡിവൈഡഡ് ബൈ L². ഇതാണ് നമ്മുടെ ആൻസർ. ഇതുപോലത്തെ സിമെട്രി ഉള്ള കേസസിലെല്ലാം എനിക്ക് ഈ ടെക്നിക്സ് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ 2 ചാർജസ് ഉണ്ട്. ഇത് +Q, ഇത് +2Q. റൈറ്റ്, ആൻഡ് അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാൻ എവിടെ ഒരു ചാർജ് കൊണ്ടുവച്ചാലാണ് ആ ചാർജ് ഇക്വിലിബ്രിയത്തിലാവുന്നത്. അതായത് ഞാൻ ഇതിനിടയ്ക്ക് ഏത് പൊസിഷനിൽ ഒരു ചാർജ് കൊണ്ടുവച്ചാലാണ് എനിക്ക് ഇക്വിലിബ്രിയം കിട്ടുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. സപ്പോസ് ഞാൻ അസ്യൂം ചെയ്യുക, സപ്പോസ് ഞാൻ ഇവിടെയാണ് ഞാൻ എൻ്റെ Q ചാർജ് കൊണ്ട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? സപ്പോസ് ഈ ഡിസ്റ്റൻസ് X എന്ന് എടുത്തു എങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ക്യൂവിന്റെ പുറത്ത് എവൻ എത്ര ഫോഴ്സ് ആണോ കൊടുക്കുന്നത് അത്രയും ഫോഴ്സ് തന്നെ ആയിരിക്കണം എവനും കൊടുക്കേണ്ടത്. എങ്കിലായിരിക്കും അത് ഇക്വിലിബ്രിയത്തിൽ. എങ്കിൽ എനിക്ക് എഴുതാം നമ്മുടെ ഈ ക്യൂ കൊടുക്കുന്ന ഫോഴ്സ് ഈക്വൽ ടു കെ ക്യൂ ക്യൂ ഡിവൈഡഡ് ബൈ X².
അതേ ഫോഴ്സ് തന്നെ ആയിരിക്കണം മറ്റേ ആൾ കൊടുക്കേണ്ടത്. എങ്കിൽ മറ്റേ ആൾ കൊടുക്കുന്ന ഫോഴ്സ് എന്തായിരിക്കും? അതും സെയിം ഫോഴ്സ് തന്നെ, ഈക്വൽ ടു കെ 2q, ബിക്കോസ് മറ്റേ ആളുടെ ചാർജ് 2q ആണ്, ടൈംസ് q ഡിവൈഡഡ് ബൈ അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് L ആണ്, ഇത്രയും ഡിസ്റ്റൻസ് x ആണ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L മൈനസ് എക്സ്. ഓക്കെ, ഈക്വിലിബ്രിയം ആണെങ്കിൽ ഈ രണ്ട് ഫോഴ്സസും മാച്ച് ആവണം. എങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് കെ ക്യൂ ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു കെ 2q ഡിവൈഡഡ് ബൈ L മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടെല്ലാം ക്യാൻസൽ ചെയ്യാം. സോ എനിക്ക് എഴുതാം കെ പോവും, ക്യൂ പോയി, ഇവിടെ ക്യൂ പോയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഞാൻ റെസിപ്രോക്കൽ എടുത്തു, ഈക്വൽ ടു L മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ, ആൻഡ് ഇവിടെ ഒരു 2ന്റെ ഫാക്ടർ ഉണ്ട്, ഞാൻ ആ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ഓക്കെ, അല്ലാന്നുകൊണ്ട് എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് കെ 2x സ്ക്വയർ ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2xl. ഓക്കെ റൈറ്റ്, എനിക്ക് ടേംസിനെ എല്ലാം എനിക്ക് അപ്പർ സൈഡിൽ കൊണ്ടുപോകാം. ദാറ്റ് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ടൈംസ് 2k മൈനസ് 1, ബിക്കോസ് ഈ ടേം ഇപ്പുറത്ത് വന്നു, റൈറ്റ്, മൈനസ് 1 പ്ലസ് 2l എക്സ് മൈനസ് L സ്ക്വയർ ഈക്വൽ ടു 0. റൈറ്റ്, നമ്മൾ കണ്ടു ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. റൈറ്റ്, ഇതാണ് നമ്മുടെ എ, ഇതാണ് ബി, ഇത്രയാണ് സി. സോ എനിക്ക് എഴുതാം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. എനിക്ക് എന്തായാലും സോൾവ് ചെയ്യാം. എനിക്ക് ഇതിനകത്ത് എക്സ് കിട്ടും. സോ എനിക്ക് എക്സ് എത്രയാണ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതൊരു സർഫസ് ആണ്, റൈറ്റ്. ഞാൻ രണ്ട് ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ രണ്ട് ബോൾസിനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. രണ്ട് ബോൾസിന്റെ മാസ് എക്സാക്ട്ലി സെയിം ആണ്, ആൻഡ് രണ്ടിന്റെയും ചാർജ് പ്ലസ് ക്യൂ, റൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം ഈ രണ്ട് ചാർജസും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്ക് അറിയേണ്ടത് ഇവർ മാക്സിമം എത്ര ആംഗിൾ ആയിരിക്കും റിപ്പൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ റിപ്പൽ ചെയ്യുന്ന ആംഗിളും ഇതെല്ലാം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആലോചിക്കുക ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ആദ്യ ഫിഗർ ജസ്റ്റ് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ റൈറ്റ്, നമുക്ക് എന്തായാലും അറിയാം ഫൈനലി ഈ സിസ്റ്റം റിപ്പൽ ചെയ്ത് സെറ്റിൽ ആവുന്നത് ഈ ഒരു കോൺഫിഗറേഷനിലാണെന്ന് വെക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം സിമെട്രി കാരണം ഈ രണ്ട് ആംഗിൾസും എക്സാക്ട്ലി സെയിം ആയിരിക്കണം. അതായത് ഈ ആംഗിൾ തന്നെ ആയിരിക്കണം ഈ ആംഗിൾ, ബിക്കോസ് ഈക്വലി സിമെട്രിക് ആണിത്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാനിവിടെ കുറച്ച് വേരിയബിൾസ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകണം. അതായത് ഓക്കെ, സപ്പോസ് ഈ ഡിസ്റ്റൻസ് സം ഡി ഡാഷ്. ഓക്കെ റൈറ്റ്, എങ്കിൽ അത് തന്നെയായിരിക്കും ഈ ഡിസ്റ്റൻസ് ഡി ഡാഷ്. എങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി ആണ്. എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡി പ്ലസ് 2d ഡാഷ്. ഓക്കെ റൈറ്റ്, അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയത്തിലുള്ള കണ്ടീഷൻസ് നോക്കാം. റൈറ്റ്, അപ്പൊ ഫസ്റ്റ് ഇതിന്റെ പുറത്ത് ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ബോളിന്റെ പുറത്ത് താഴോട്ട് mg ആക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇവിടെ നിങ്ങോട്ട് നമ്മുടെ കയറിന്റെ പുറത്തുള്ള ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് നമ്മുടെ ഈ ബോൾ ഇതിനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിങ്ങോട്ട് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. ആ റിപ്പൾസീവ് ഫോഴ്സ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ആ റിപ്പൾസീവ് ഫോഴ്സിനെ തൽക്കാലം ഞാൻ എഫ് എന്ന് എഴുതുന്നു. ആ എഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ കെ ക്യൂ, അതായത് ദിസ് ക്യൂ ആൻഡ് ദിസ് ക്യൂ, അതായത് കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ അവർക്കിടക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അവർക്കിടക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡി പ്ലസ് 2d ഡാഷ് ഹോൾ സ്ക്വയർ. ഓക്കെ റൈറ്റ്, എങ്കിൽ റൈറ്റ് എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഫോഴ്സസുകളെ സ്പ്ലിറ്റ് ചെയ്യാം. ബിക്കോസ് ഈ സാധനം ഇക്വിലിബ്രിയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. സോ എനിക്ക് ഫോഴ്സസിന്റെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ടെൻഷനെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സോ അപ്പോൾ ഇതാണ് എൻ്റെ ടെൻഷൻ. ഞാൻ ഈ ടെൻഷൻ അതായത് ഈ ഡയറക്ഷനിലും കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സപ്പോസ് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ് എങ്കിൽ ടെൻഷന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് ടി കോസ് തീറ്റ, ആൻഡ് ടെൻഷന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് ടി സൈൻ തീറ്റ. ഓക്കെ, ആൻഡ് ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ടി സൈൻ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു എഫ്. അതായത് ടി സൈൻ തീറ്റ ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ
ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 2d ഡാഷ് ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്തത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ നമ്മുടെ ഈ ടി കോസ് തീറ്റ എക്സാക്ട്ലി എം ജിക്ക് ഈക്വൽ ആവണം. എന്ന് വെച്ചാൽ ടി കോസ് തീറ്റ എം ജി. സോ എനിക്ക് ഇവരുടെ ആംഗിൾ അറിയേണ്ടത്. സോ ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ടീൻ്റെയും ടേം പോവും. എനിക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ കിട്ടും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ടൈംസ് ബൈ എം ജി ഡി പ്ലസ് 2d ഡാഷ് ഹോൾ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സപ്പോസ് ഇതൊരു സെൻട്രൽ ഇരിക്കുന്നത് ഒരു ചാർജാണ് പ്ലസ് ക്യൂ, ആൻഡ് ഇത് മറ്റൊരു ചാർജാണ്, ആൻഡ് ഇത് മൈനസ് ക്യൂ, റൈറ്റ്? ഓക്കെ, ആൻഡ് ഈ ചാർജ് ഇതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുവാണ്. ഓക്കെ, നമുക്കറിയേണ്ടത് ഇത് കറങ്ങുന്ന വെലോസിറ്റി എത്ര, ആൻഡ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് എത്ര, ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടത്. ഓക്കെ, ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തായാലും അറിയാം, ഒരു ഒബ്ജക്റ്റിന് ചുറ്റും മറ്റൊരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും സെൻട്രലോട്ടൊരു ഫോഴ്സ് ഉണ്ടായിരിക്കണം. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. അതവിടെയുള്ള ഏതെങ്കിലും ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഇവർക്കിടക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ്. ബിക്കോസ് നടുക്കിരിക്കുന്ന ക്യാപിറ്റൽ ക്യൂ പോസിറ്റീവ് ചാർജ് ആണ്, മറ്റത് നെഗറ്റീവ് ചാർജ് ആണ്. സോ എങ്കിൽ എനിക്ക് എഴുതാം എം വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ മാസ് ആണ്, വി എന്ന് പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി ആണ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ഈക്വൽ ടു. ഓക്കെ, എപ്പോഴും ഒരു സർക്കുലർ മോഷൻ പ്രോബ്ലം നമ്മുടെ ഉണ്ടെങ്കിൽ, അതായത് ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും ചുറ്റും കറങ്ങുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ എഴുതാം അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, ആൻഡ് ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് അവിടെയുള്ള മറ്റ് ഫോഴ്സുകൾ എല്ലാം കൂടെ ചേർന്ന് വേണം പ്രൊവൈഡ് ചെയ്യാൻ. സോ ഞാൻ എന്ത് ചെയ്യണം, അവിടെയുള്ള ഫോഴ്സസ് നോക്കുക, എന്നിട്ട് ആ ഫോഴ്സസിനെ ഒക്കെ ഞാൻ ആ സെന്ററിന്റെ ഡയറക്ഷനിലോട്ട് ഞാൻ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഡിമാൻഡ് ചെയ്യുക ആ സെന്ററിലോട്ടുള്ള മുഴുവൻ ഫോഴ്സും ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ബിക്കോസ് സെന്ററിലോട്ടുള്ള ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു, ഇവിടെ ആരാണ് ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സോ കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. സോ എനിക്ക് ആറും ആറും ക്യാൻസൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ഇതിനകത്തുനിന്ന് വി ഈസ് ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡഡ് ബൈ എം ആർ വിത്ത് എ റൂട്ട്. ആൻഡ് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ സാധനം മുഴുവൻ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അതെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫുൾ റൊട്ടേറ്റ് ചെയ്യാൻ, ബിക്കോസ് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫുൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അതിന്റെ വെലോസിറ്റി. ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 2πr. സോ എനിക്ക് എഴുതാം ഡിവൈഡഡ് ബൈ വെലോസിറ്റി, അതായത് 2πr ഡിവൈഡഡ് ബൈ ദിസ് തിങ്. സോ അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് റൂട്ട് mr ഡിവൈഡഡ് ബൈ kq. ഓക്കെ, ഒരു കാര്യം ഓർക്കുക, നമ്മുടെ k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ആക്സിലറേഷൻ ഓഫ് ചാർജ് q. ഓക്കെ, നമ്മുടെ ചാർജ് എന്ന് പറഞ്ഞാൽ മൈനസ് q ആണ്. സോ നമുക്ക് അതിന്റെ ആക്സിലറേഷൻ, അപ്പൊ നമുക്ക് നോക്കാം അവിടുത്തെ സിനാരിയോ എന്താണ്. അതായത് ഓക്കെ, റൈറ്റ്, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് നെഗറ്റീവ് ചാർജ് ആണ്. സോ ഇത് ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. സോ ഇത് ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ആൻഡ് ഈ ഫോഴ്സും ഈ ഫോഴ്സും എക്സാക്ട്ലി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിന്റെ റിസൾട്ടന്റ് എക്സാക്ട്ലി നടുക്കൂടെ തന്നെ ആയിരിക്കും. സോ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് ഫോഴ്സ് എന്ന് വിളിക്കാം, എന്നിട്ട് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ആക്സിലറേഷൻ ആയി. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു കാര്യം എൻഷുർ ചെയ്യാം, നെറ്റ് ഫോഴ്സ് എക്സാക്ട്ലി ഈ രണ്ട് ഡയറക്ഷൻസിന്റെയും മിഡ് വേ കൂടെ ആയിരിക്കും. ബിക്കോസ് ഈക്വലി സിമെട്രിക് ആണ് ഈ രണ്ട് സൈഡും. ബിക്കോസ് ഇവിടെയുള്ള ചാർജ് തന്നെയാണ് ഇവിടെയുള്ള ചാർജ്. അതായത് ഇത് ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സിന്റെയും ഇത് ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സിന്റെയും ഈ ഡയറക്ഷനിലെ കമ്പോണൻസ് എക്സാക്ട്ലി ക്യാൻസൽ ചെയ്ത് പോകണം. ക്ലിയർ? സോ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമുക്ക് എന്തായാലും പറയാം, ഓക്കെ, റൈറ്റ്, ഏവൻ ഈ ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ ആ ഫോഴ്സിന് എഫ് എന്ന് എഴുതുന്നുള്ളൂ. ഓക്കെ, ആ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡഡ് ബൈ ദാറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എൽ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ്. സോ എനിക്ക് പറയാം ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ക്ലിയർ? സോ അത് ആക്ച്വലി ഈ ഫോഴ്സ് ആണ്. ആൻഡ് എനിക്ക് ഈ ഫോഴ്സിന്റെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഈ കമ്പോണന്റ് ആയിട്ടും അടുത്തത് ഈ കമ്പോണന്റ് ആയിട്ടും. റൈറ്റ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഇതേ ഫോഴ്സ് തന്നെ ആയിരിക്കും, അതായത് ഇതേ എഫ് തന്നെ ആയിരിക്കും അവനും കൊടുക്കാൻ പോകുന്നത്. അതിനും ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ട്, ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ട്. ഈ കമ്പോണൻസ് എക്സാക്ട്ലി ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ബിക്കോസ് ഓഫ് സിമെട്രി നമുക്കത് ഡിമാൻഡ് ചെയ്യാം. സോ എങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
ഈ ഫോഴ്സിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് പ്ലസ് ഈ ഫോഴ്സിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ്, അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള ആൻസറിന്റെ ട്വൈസ് ആണ്. സോ എനിക്ക് എഴുതാം ആക്ച്വലി നമ്മുടെ ഫോഴ്സ്, ഓക്കെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് കെ ക്യൂ ക്യൂ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, റൈറ്റ്. ഇപ്പൊ നമ്മൾ ആക്ച്വലി എഴുതിയത് എന്താണ്? ഈ ഫോഴ്സ് ആണ് എഴുതിയത്, അതിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എനിക്ക് ആ കമ്പോണന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സപ്പോസ് ഈ ആംഗിൾ തീറ്റയാണെന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ ടൈംസ് കോസ് തീറ്റ. ഓക്കെ, റൈറ്റ്. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് ആ കോസ് തീറ്റ ഇവാലുവേറ്റ് ചെയ്യണം. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. സോ എനിക്ക് എഴുതാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു 2k q divided by L square plus x square times adjacent എന്ന് പറഞ്ഞാൽ x divided by hypotenuse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L square plus x square whole raised to 1/2 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ 2k q divided by L square plus x square whole raised to 3/2 times x. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോഴ്സ്. എങ്കിൽ ഈ ഒബ്ജക്റ്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. എങ്കിൽ എഴുതാം എനിക്ക് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 2k q ഡിവൈഡഡ് ബൈ m L സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ടൈംസ് x. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ. സപ്പോസ് ഞാനത് തിങ്ക് ചെയ്താൽ എനിക്ക് ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. സപ്പോസ് ഈ ഡിസ്റ്റൻസ് വളരെ ചെറുതാണെന്ന് വെച്ചോ, റൈറ്റ്, അതായത് നമ്മുടെ എക്സ് എല്ലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്ന് വെച്ചോ, അതായത് x/L ഈസ് അപ്രോക്സിമേറ്റ്ലി 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ആ അപ്രോക്സിമേഷൻ ഇവിടെ യൂസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാം? 2k q ഡിവൈഡഡ് ബൈ m. ഓക്കെ, ഞാൻ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു L സ്ക്വയർ കോമൺ എടുക്കുവാണ്. ഓക്കെ, അതായത് ഞാൻ ഈ ടേമിനകത്ത് ഞാൻ L സ്ക്വയർ കോമൺ എടുക്കുവാണ്. അപ്പം നമുക്കറിയാം L സ്ക്വയർ പുറത്ത് ഈ 3/2 പുറത്ത് വരുന്ന സമയത്ത് നമ്മുടെ സ്ക്വയർ റൂട്ടും 2ഉം കട്ട് ചെയ്ത് പോവും, ബാക്കി L ക്യൂബ് ആവും അത്. സോ അത് L ക്യൂബ് അകത്ത് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ L സ്ക്വയർ, റൈറ്റ്, ഹോൾ റൈസ് ടു 3/2. ആൻഡ് ഈ ടേം അപ്രോക്സിമേറ്റ്ലി 0 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം, ഓക്കെ, ടൈംസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 2k q divided by m L cube, right, L cube times x. ഓക്കെ, ഇപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ ഈ ഫോമിലാണ് d സ്ക്വയർ x ബൈ dt സ്ക്വയർ ഈക്വൽ ടു 2k q ഡിവൈഡഡ് ബൈ m L ക്യൂബ് ടൈംസ് എക്സ്. ആൻഡ് ഞാൻ എക്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ മെഷർ ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ നമ്മുടെ ഫോഴ്സ്. അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കാം. ഓക്കെ, റൈറ്റ്, ആ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് മനസ്സിലായി ഈ ഇക്വേഷൻ ആക്ച്വലി നമ്മുടെ പഴയ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതായത് ഞാൻ ഇതിനെ സ്ലൈറ്റ്ലി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എനിക്ക് ഈ ഫോമിൽ എഴുതാം. d സ്ക്വയർ എക്സ് ബൈ dt സ്ക്വയർ പ്ലസ് 2k q divided by m L cube times x is equal to 0. ഓക്കെ, നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തുവായിരുന്നു? d സ്ക്വയർ എക്സ് ബൈ dt സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ദാറ്റ് ഇംപ്ലൈസ് ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് 2k q ഡിവൈഡഡ് ബൈ ml ക്യൂബ്. അതായത് നമ്മുടെ ഈ പാർട്ടിക്കിൾ ഈ ഡിസ്റ്റൻസ് വളരെ ചെറുതാണെങ്കിൽ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും, അതായത് ഇത് ഓസിലേറ്റ് ചെയ്യും. ഒന്ന് തിങ്ക് ചെയ്താൽ നമുക്കറിയാം, ബിക്കോസ് ഈ ചാർജ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവൻ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും, എവൻ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും, സോ അതിന് ഇങ്ങോട്ട് പോകാൻ ടെൻഡൻസി ഉണ്ട്. സോ വളരെ സ്മോൾ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആയിരിക്കും, റൈറ്റ്. നമുക്ക് അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി കിട്ടി. എങ്കിൽ നമുക്ക് അതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാം, ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ആംഗുലർ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π ടൈംസ് ഒമേഗ. സോ റെസിപ്രോക്കൽ എടുക്കുക, m L ക്യൂബ് ഡിവൈഡഡ് ബൈ 2k ക്യൂബ്.